ഒരുപാട് പ്രീ പോൾ സർവേകൾ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ പ്രീ പോൾ സർവേ പലതും കൊടുത്തിട്ടുണ്ട്. എക്സിറ്റ് പോൾ സർവേകളും വന്നുകൊണ്ടിരിക്കുന്നു. എക്സിറ്റ് പോൾ സർവേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് 6:30 മണിക്ക് ശേഷമേ നിയമപരമായി പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ 6:30 മണിക്ക് ശേഷം എല്ലാ ചാനലുകളിലും വലിയ രീതിയിൽ എക്സിറ്റ് പോളുകൾ വരാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ചാനലുകളും മീഡിയ കമ്പനികളുമൊക്കെ എക്സിറ്റ് പോളുകൾക്ക് പണം കൊടുത്ത് തന്നെ എക്സിറ്റ് പോളുകൾ നടത്തിയിട്ടുണ്ട്. ബംഗാളിലും തമിഴ്നാട്ടിലും ഹിമാചൽ പ്രദേശിലും പുതുച്ചേരിയിലും കേരളത്തിലുമൊക്കെ ആര് അധികാരത്തിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ എക്സിറ്റ് പോളുകൾ ഇന്ന് രാത്രി വരാൻ സാധ്യതയുണ്ട്. ഇന്നും നാളെയും ചാനലുകളിലെ പ്രധാന ഒരു ചർച്ചയും ആ എക്സിറ്റ് പോളുകളെക്കുറിച്ച് തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് ഇപ്പോൾ പുറത്തുവിടാനുള്ള വളരെ ആധികാരികമായ ഒരു സർവേ, ആ സർവേ എന്ന് പറയുന്നത് ഒരു നിരീക്ഷണമാണ്. UDF 75-നും 85-നും സീറ്റിൽ ഇടയ്ക്ക് അധികാരത്തിൽ വരുമെന്നാണ്. 75-നും 85-നും. അതൊരു 74-80 ആയാലും അത്ഭുതമില്ല. UDF. LDF 55-നും 65-നും ഇടയ്ക്ക്, 56-നും 64-നും ഇടയ്ക്ക് ആയാലും അത്ഭുതമില്ല. BJP ഒരു 4 സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റിൽ BJP അധികാരത്തിൽ വരും. ഇതാണ് ഒരു കണക്ക്. ഇതിൽ തന്നെ വളരെ വ്യത്യസ്തമായ കുറേ അഭിപ്രായങ്ങൾ ഉണ്ട്. അതായത് വളരെ കൃത്യമായി ഇതിനകത്ത് കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റുകൾ ഒരു 10-45 സീറ്റെങ്കിലും കോൺഗ്രസ്സിന് കിട്ടാം. കോൺഗ്രസ് തന്നെയാണ് സീറ്റിൻ്റെ മുന്നിൽ. അങ്ങനെ ആയാലേ UDFന് വരാനും കഴിയുകയുള്ളൂ. തൊട്ട് പിന്നിൽ CPM ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നിൽ ഒരു 20 സീറ്റെങ്കിലും പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാകും. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു 5 സീറ്റെങ്കിലും പിടിക്കും. മറ്റവർ ഒരു 3-4 സീറ്റ് മറ്റുള്ളവർ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് പിടിക്കും. RSP ഒരു 2 സീറ്റെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇപ്രാവശ്യം മന്ത്രിസഭയിൽ UDF വരികയാണെങ്കിൽ മന്ത്രി ഉണ്ടാകും. ഷിബു ബേബി ജോൺ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിഷ്ണു മോഹൻ്റെയും സാധ്യത പറയുന്നുണ്ട് ഇരവിപുരത്ത്. NCP അതായത് പിന്നെ ഒരു സീറ്റിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ RJD ഒരു സീറ്റിൽ, RMB രമ ജയിക്കാൻ സാധ്യതയുണ്ട്. സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ISJDയുടെ ഒരു സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ എല്ലാ കണക്കുകൾ പരിശോധിച്ചാലും ഒരു 3, 4, 5 സീറ്റിൽ BJP വരികയും അതോടുകൂടി BJP ഞങ്ങളിതാ കേരളത്തിൽ കാലുറപ്പിച്ചിരിക്കുന്നു, ഇനി ഞങ്ങളുടെ കേരളം എന്നവർക്ക് പറയാൻ, മാറാത്തത് മാറും, മാറ്റമാണെല്ലാം എന്നൊക്കെ പറയാൻ അവർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇതെന്നാണ് വളരെ ആധികാരികമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം. ഇത് എക്സിറ്റ് പോളാണോ എന്ന് ചോദിച്ചാൽ അല്ല, പ്രീ പോളുമല്ല. പോളിന് മുമ്പ് പറയുന്നതാണല്ലോ. പക്ഷേ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി ഒന്നും ചെയ്തതല്ല, ഒരു ടീമിൻ്റെ ഒരു ഒബ്സർവേഷൻ, അക്കാഡമിക് ഒബ്സർവേഷനാണ്. അല്ലാതെ ഇതിനകത്തൊരു എക്സിറ്റ് പോൾ എന്നുള്ള നിലയിൽ നിൽക്കുന്നുമല്ല. ഒരു 80-85 സീറ്റിനിടയ്ക്ക് പിന്നെ UDF വരാനും 55-60 സീറ്റിനിടയ്ക്ക് LDF മാറിപ്പോകാൻ, അല്ലെങ്കിൽ 65 സീറ്റിനിടയ്ക്ക് LDF മാറിപ്പോകാനും 4-5 സീറ്റിൽ BJP സാന്നിധ്യം ഉറപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ BJP സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങൾ അത് വളരെ നേരത്തെ പറഞ്ഞതാണ്. അത് പിന്നെ അതിനകത്ത് രഹസ്യത്തിൻ്റെ കാര്യമൊന്നുമില്ല. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ ഒരു 3 മണ്ഡലവും, പിന്നെ ബ്രിമ്മിൽ നിൽക്കുന്നത് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രലും ഒരു ബ്രിമ്മിൽ വന്നിട്ടുണ്ട്. CP ജോണാണ് മത്സരിക്കുന്നതെങ്കിലും അവിടെ കരമന ജയൻ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് നല്ല മത്സരം കാഴ്ചവെച്ചു. ശോഭാ സുരേന്ദ്രൻ നല്ല മത്സരം കാഴ്ചവെച്ചു. മണലൂരിൽ അനീഷ് നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. കുന്നത്ത് നാടിൽ 2020 നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 8-10 പേർ വളരെ നല്ല മത്സരം പിന്നെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്ന് പറയാൻ നമ്മളാളല്ല, പക്ഷേ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10ഓളം സീറ്റുകളിൽ BJP നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. 30-35 സീറ്റുകളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ BJP നിൽക്കുന്നു.
അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് അവർക്ക് തന്നെയാണുള്ളത്. അവരുടെ കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ നമുക്ക് വളരെ വളരെ ആവേശവും എല്ലാവരും ഉണ്ട്. കാരണം ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 10 വർഷം ഒരു ഗവൺമെൻറ് ഭരിച്ചാൽ അത് മാറണമെന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാകും. ഒരു ആൻറ്റി ഇൻകംബൻസ് ഉണ്ടല്ലോ സംസ്ഥാനത്ത്, അത് നടക്കും. എന്തായാലും കെ രമയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. ജി സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിൽ. അങ്ങനെ പല ആളുകളും ജയിച്ചു വരും. അവരെല്ലാം മന്ത്രിയാകാനും സാധ്യതയുള്ളവരാണ്. ജി സുധാകരൻ ചിലപ്പോൾ മന്ത്രിയായേക്കാം. അതുപോലെ തന്നെ പിന്നെ CMPയുടെ പിന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്ന അദ്ദേഹം CMP കാൻഡിഡേറ്റ് ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. കെ രമ മന്ത്രിയാകാനില്ല എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ സാധ്യത. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് അബു ജോൺ ജോസഫും അല്ലെങ്കിൽ മോൻസ് ജോസഫും അങ്ങനെയുള്ള സാധ്യതകൾ. ഇനി നമ്മുടെ ഇവിടെ മാണി സി കാപ്പൻ പിന്നെ പാലായിൽ ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാകുമോ? അങ്ങനെ വളരെ വലിയ തോതിലാണ് UDFൽ ചർച്ചകൾ നടക്കുന്നത്. അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് ആ ഭാഗത്ത് നിന്നാകുമോ, അതോ അൻവർ സാദത്ത് ആകുമോ, അതോ ഇനി സിദ്ദിഖ് ആകുമോ? ഇങ്ങനെ പല പേരുകളുമുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ആകുമോ, ബിന്ദു കൃഷ്ണ ആകുമോ? ഇങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ആൾറെഡി ലിസ്റ്റിലാണ്. അവർ എന്തായാലും മന്ത്രിമാരാണ്. അല്ലാതെ വരുന്ന ഒരു വലിയൊരു ലിസ്റ്റ് കൂടി തയ്യാറാക്കി ഉടുപ്പുമടിച്ച് കേക്കിനെല്ലാം ഓർഡർ ചെയ്ത് ഫ്ലെക്സും ബോർഡുമെല്ലാം ഇറക്കാൻ KPCCയും UDFും തയ്യാറായിരിക്കുകയാണ്. ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് NS മാധവൻ എന്ന എഴുത്തുകാരൻ പറഞ്ഞതുപോലെ 75 സീറ്റിൽ LDF വരുമോ?